ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മധുരയാണ്. അപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം തൊഴാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് പോയി, ഭയങ്കര ഇരുട്ടായി. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, യാത്ര എന്ത് ചെയ്യാൻ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിന് മുമ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്ത് ഇങ്ങനെ ഭയങ്കര വെയിലായിരുന്നു. തീ പോലത്തെ വെയിലാണ്. ഞങ്ങൾ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഇടയ്ക്കൊക്കെ നിർത്തും, പിന്നെയും ഞങ്ങൾ ഓടിക്കും. നല്ല വെയിൽ. അത് കഴിഞ്ഞിട്ട് കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഒന്ന് കുളിച്ചു, അതത്ര കറക്റ്റൊന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ വന്നുകൊണ്ട് നല്ല ഒരു തോട്ടം കണ്ടു. ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ വണ്ടി നിർത്തി കുറച്ച് മുമ്പോട്ട്. പിന്നെ വണ്ടി നിർത്തിയപ്പോൾ നല്ലൊരു തോട്ടത്തിൽ അവിടെ ഒരു ആളെ നമ്മൾ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളൊന്ന് സ്നാനം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വന്ന് സ്നാനം ചെയ്തു. അപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിലൊരു തൊട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടാങ്കിനകത്ത് വെള്ളം അടിച്ചിടും, കൃഷി നനയ്ക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് അടിച്ചിടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ കുളിച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ വെയിലും കൊണ്ട് ഇങ്ങനെ വളരെ ക്ഷീണിത അപ്പോഴത്തേക്കും നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോഴത്തേക്കും ഒരു എനർജി എല്ലാം കിട്ടി. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്തു. കുറേ ദൂരം കൂടെ യാത്ര ചെയ്ത് വന്ന് യാത്ര അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചൊരു സ്പേസ് കണ്ടു. നമുക്ക് കടന്നുറങ്ങാൻ വേണ്ടിയൊരു സ്പേസ് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ പറഞ്ഞു, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കടന്നുറങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് വെച്ച് അപ്പോൾ ഒരു പയ്യൻ നമ്മളെടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു മലയുടെ താഴ്വശത്ത് ഒരു ക്ഷേത്രമുണ്ട്, മുരുകൻ ക്ഷേത്രം. ഞങ്ങൾ എന്ത് ചെയ്തു, യാത്ര അവസാനിപ്പിക്കാം. കാരണം ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 400 കിലോമീറ്ററോളം എന്ത് ചെയ്തു ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ യാത്ര അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് മേടിക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മുരുകൻ കോവിൽ, നിങ്ങൾക്ക് വേണേൽ ഇവിടെ കിടക്കാം എന്ന് ആ പയ്യൻ പറഞ്ഞു ഞങ്ങളെടുത്ത്. അപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പം ഭയങ്കര തിരക്കാണ്, കിടക്കാനൊന്നും പറ്റത്തില്ല. അതിലും സേഫാണ് ഞാൻ ആദ്യം കണ്ട സ്ഥലം. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പൈപ്പുണ്ട്, മോങ്കഴാനോ വാലിടാനൊക്കെ പൈപ്പുണ്ട്, കിടന്നുറങ്ങാനും പറ്റും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് മേടിച്ച് ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോയി ഫുഡെല്ലാം കഴിച്ച് നല്ലോണം എന്ത് ചെയ്ത് അവിടെ കിടന്നുറങ്ങി. ഭയങ്കര കൊതുകാണ്. 2-3 പ്രാവശ്യം എണീറ്റ് കൊതുക് തിരിയെല്ലാം ചുറ്റിലും വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, കിടന്നുറങ്ങിയത്. പകുതി ഉറങ്ങി അങ്ങനെ കുറച്ച് റെസ്റ്റ് കിട്ടി, അത്രയേ ഉള്ളൂ. ഉറക്കമൊന്നും കറക്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ശരിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് 4 മണിയായപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്ത് 4 മണിയാണോ 4 മണിയായപ്പോഴത്തേനും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടേക്ക് വന്നു. 5 മണിയായപ്പോഴത്തേനും കോവിൽ തുറന്ന് എന്ത് ചെയ്ത് നമ്മൾ ഭഗവാനെ കണ്ടു. അപ്പോൾ ഇനി ഞാൻ ബാക്കി വിശേഷത്തിലേക്ക് പോകാം. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകനാണ്, മലയാണ്, ഭയങ്കര ഒരു മലയാണ്. അതായത് പഴനി പോലെ നമ്മൾ ഹൈറ്റിൽ കയറി പോകുന്നതല്ല. അതായത് ഭഗവാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മലയുടെ താഴ്വശത്താണ് ഇരിക്കുന്നത്. മലയോട് ചേർന്ന് മലയുടെ അടിവശത്താണ് മുരുകൻ ഇരിക്കുന്നത്. മുരുകനുണ്ട്, ഗണപതിയുണ്ട്, അമ്മയുണ്ട്, അല്ലേ, ദേവിയുണ്ട്. അപ്പം ആ മലയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മല അങ്ങേ സൈഡിൽ നോക്കുമ്പോഴും മല കാണാൻ പറ്റും, അപ്പുറത്തൊക്കെ വേറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അതൊരു ഫുഡ് മേടിക്കാൻ പോയപ്പോൾ അതൊരു നിമിത്തമായി. ആ പയ്യൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് ഇത് കാണാനും തൊഴാനൊക്കെ പറ്റിയത്. ഭയങ്കരമായ ഒരു ശാന്തത എന്ത് ചെയ്ത് ഫീൽ ചെയ്തു. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ വീട് വന്നിട്ട് പൂട്ടിക്കിടക്കുകയാണ്, വീടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയും അമ്പലത്തിലൊക്കെ വരുന്നത്. എൻ്റെ വീട് ആദ്യമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുക, പൂട്ടിയിട്ടിരിക്കുന്നത് നന്നായിട്ടുണ്ട്. അതായത് വിനാശകാലേ വിപരീത ബുദ്ധി, വിനാശം വരുമ്പോൾ എന്ത് ചെയ്യും, വിപരീത ബുദ്ധിയാവും, കഷ്ടകാലം. അതായത് ഒരു പാസ്റ്റർ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം ബന്ധിക്കോസാണ്. അപ്പം ആ ബന്ധിക്കോസിൻ്റെ അവിടെ തന്നെ എന്ത് ചെയ്യണം, തീർപ്പ് കൽപ്പിക്കാനാണ് എന്നെ അമ്മ എന്ത് ചെയ്തത്, അങ്ങോട്ട് കൊണ്ടുവിട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമ്മയ്ക്കൊരു തീർപ്പ് കൊടുക്കണം, ഒരു തീർപ്പ് അവിടെ കൽപ്പിക്കണം. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് ദുഃഖവും ദുരിതങ്ങളും എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാനൊക്കെ കാരണം ആ ഒരു സമുദായമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ പൂട്ടിയെടുത്ത് നല്ല കാര്യമല്ലേ, ഞാൻ പൂട്ടിയ വീടാവാൻ പൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി, നടന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറിയാമല്ലോ. അനവധി ദിവസങ്ങളായി ഉറങ്ങിയിട്ട്
വഴി സൈഡിലുള്ള കിടന്നുറക്കവും നമ്മളെവിടെയെങ്കിലും കുളിക്കും കോവിലും. അപ്പോഴും ഞാൻ എൻ്റെ ആത്മീയ ജീവിതവും കോവിലൊന്നും എന്ത് ചെയ്യുന്നില്ല, മറക്കാറില്ല. മുന്നോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെയിൽ കൊണ്ടിട്ടും തണുത്ത പല വെള്ളവും കുടിച്ചിട്ടൊക്കെ തൊണ്ട എന്ത് ചെയ്യുന്നു, അടഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ രാവിലെ മുരുകനെ കണ്ടു, തൊഴുതു. പാറയുടെ അടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ പഴനി എന്ന് പറയുമ്പോൾ മുകളിലല്ലേ മുരുകൻ ഇരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയാണിത് സ്ഥലം. മധുരയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുരുകൻ കോവിൽ അന്വേഷിച്ചാൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്ക് അത്രയൊക്കെ നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഞാനും അവിചാരിതമായിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ വന്നത്. കണ്ണൻ എന്ത് പറയാനുണ്ട്? ഇത് പേര് തിരുപ്പതി കുണ്ട്രം. അതായത് ഇവിടുത്തെ തമിഴ് പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. തിരുപ്പതി കുണ്ട്രം എന്നാണ്, കുണ്ട്രം മുരുകൻ കോവിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പാറയുടെ അടിയിലാണ്, ചുറ്റും വലിയൊരു പ്രദേശം മൊത്തം പാറയാണ്. അതിൽ കൂടെ ഇങ്ങനെ റോഡുകളെല്ലാം പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിവശം, പാറയോട് അടിവശം ചേർന്നാണ് കോവിൽ. കോവിലിന്റെ പ്രധാന എൻട്രൻസ് ആണ് ഇതിനു മുമ്പ് എൻ്റെ കാലൊക്കെ വയ്യാണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോവിലിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ വന്നതാണ്. അപ്പോൾ ഇനി മധുര മീനാക്ഷി അമ്മനെ കാണാൻ വേണ്ടി പോകണം. രാവിലെ മുരുകനെ തൊഴുതു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, യാത്രയാവും. മലയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. മലയാണ് ഭഗവാന്റെ സാന്നിധ്യം. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായ മരങ്ങളാണ്, ഔഷധമായ മരങ്ങളാണ്. ഇതെല്ലാം ആര്യവേപ്പുണ്ട്. കത്തി മണക്കും.